അപ്പോൾ ഇത് നമ്മളിവിടെ കാർഗിൽ മെമ്മോറിയലിൻ്റെ അടുത്താട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് കാണാൻ കയറണം എന്ന് ഓർത്താണ് ഞങ്ങൾ ഇരിക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത്. കാർഗിൽ വാർ മെമ്മോറിയൽ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഈ കാർഗിൽ വാർ മെമ്മോറിയലിലാണ്. അപ്പോൾ അത് നമ്മൾ പോണ വഴിക്ക് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ ജസ്റ്റ് കാണാണ്ട് പോകണ ശരിയല്ല. കാരണം ഇവിടെ അന്ന് കാർഗിൽ യുദ്ധത്തിൽ മരിച്ച ഒരുപാട് പട്ടാളക്കാരുടെ സ്മാരകങ്ങളും കാര്യങ്ങളും ആ യുദ്ധത്തെക്കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തായാലും നീ കണ്ടില്ലേ, ഇതാണ് ഇവരുടെ ഈ കോമ്പൗണ്ട്. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ കാണാനാണെങ്കിലും. നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗാണ് ഫുള്ള്. ഒരു രണ്ട് സൈഡിലും ചെറിയ ഫ്ലാഗും നേരെ ചെല്ലുമ്പോൾ ഒരു വലിയ ഫ്ലാഗും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തൊട്ട് നമ്മുടെ സോൾജിയേഴ്സിൻ്റെ സ്മാരകത്തിൻ്റെ തുടങ്ങുക കേട്ടോ. അപ്പോൾ ഇത് മേജർ വിവേക് ഗുപ്തയാണ്. അപ്പോൾ ആളുടെ സ്മാരകം കേട്ടോ ഇത്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ അനൂജ് നായർ എന്ന് പറഞ്ഞ ആളുടെ സ്മാരകം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ ഓരോ ആൾക്കാരുടെ സ്മാരകങ്ങളൊക്കെ ആട്ടോ വെച്ചേക്കണേ. ഉള്ള ആർമിയുടെ കൺട്രോളിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നതും. അപ്പോൾ ഇത് ഇവിടെ ജസ്റ്റ് ചെറിയ പരേഡും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അതിൻ്റെ ഉള്ളിൽ. നമ്മുടെ ഇന്ത്യയുടെ വലിയൊരു ഫ്ലാഗാണ് ഇപ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ ഇത് ഈ കാണുന്ന എല്ലാം അന്ന് കാർഗിൽ യുദ്ധത്തിൽ മരിച്ചവരുടെ അത്രയും പേരുടെ സ്മാരകം കേട്ടോ. അവരുടെ ഡീറ്റെയിൽസും പേരും കാര്യങ്ങളെല്ലാം ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. എല്ലാവരുടെ ഇതിലും ഓരോ ഇന്ത്യയുടെ ഫ്ലാഗും വെച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കി, ഇത്രയും പേരാണ് അന്ന് ഈ യുദ്ധത്തിൽ ഇന്ത്യക്ക് വേണ്ടി മരിച്ചു പോയവർ. ഏകദേശം എല്ലാം കണ്ടു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇനി എടുത്തിട്ട് നമ്മൾ നേരെ ഇറങ്ങി എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് ഇവിടെ ഫുഡ് കഴിക്കാൻ പുറത്ത് തന്നെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഏകദേശം ഇത്ര ഉള്ളോട്ട് ഇതിൻ്റെ ഉള്ളിൽ കാണാനൊക്കെ ആയിട്ട്. അധികം ഒന്നുമില്ല, എന്നാലും ആ കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഇവിടെ ചായയും ജസ്റ്റ് ഒരു മാഗിയും കഴിക്കാൻ വേണ്ടി കയറുതാട്ടെ കടയിൽ. അപ്പോൾ രാവിലെ തൊട്ട് നമ്മൾ വേറെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടുന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് നമുക്ക് കാർഗിലിന് പോവാം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ചായയും മാഗിയും അതുപോലെ ബിസ്ക്കറ്റും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഇനി നേരെ പോകുന്നത് നമ്മുടെ കാർഗിലോട്ടാണ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് 40-50 കിലോമീറ്റർ കണ്ടുള്ളൂ. നല്ല റോഡാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് എല്ലാവർക്കും കൂടെ ഇറങ്ങാം.